സിയുടെ 1000 വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോളിൻ്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് നായത്തോട് നിവാസിയായ സിനിക്കും കുടുംബത്തിനും ഒരു വീട് വെച്ച് നൽകുന്നതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനായി ബഹുമാനപ്പെട്ട ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ ഉണ്ട്. മുൻ MLA ബഹുമാനപ്പെട്ട PG ജോയി ചേട്ടനുണ്ട്. മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും പ്രിയ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും മുൻ തോമസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ആരെയും പേരെടുത്തുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു സ്വന്തമായ ഒരു ഭവനം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ആ സ്വപ്നം ഇന്നും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാരുകളും വിവിധ സംഘടനകളും ഒക്കെ പല പദ്ധതികൾ ആവിഷ്കരിച്ച് ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നിർമ്മിക്കുന്ന പരിപാടികൾ നടത്താറുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് 1000 ഭവന പദ്ധതി. അതായത് ഭവനരഹിതരായിട്ടുള്ള 1000 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും നിരവധി ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു. 1000 ഭവനങ്ങൾ എന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1500-ലധികം ഭവനങ്ങൾ മൊത്തം ഇതിനോടകം തന്നെ, കറക്റ്റാണ്, എന്തായാലും 1500-ലധികം ഭവനങ്ങൾ ഇതിനോടകം തന്നെ കേരളത്തിലെമ്പാടും ഇതുപോലെ പാർട്ടി പ്രവർത്തകർ, നേതാക്കന്മാർ മുൻകൈയെടുത്ത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. നമ്മുടെ അങ്കമാലിയിൽ തന്നെ നിരവധി വീടുകൾ നമ്മൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. കാലടിയിൽ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു താക്കോൽദാനം പ്രിയപ്പെട്ട, അത് വേറെ, അപ്പോൾ പ്രിയപ്പെട്ട MP അന്ന് അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ കേരളത്തിലെമ്പാടും അത് പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്ത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭവനം നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. എന്തായാലും വളരെ നല്ലൊരു പരിപാടിയാണ്. കാരണം ഈ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പല ആളുകളുടെ സഹകരണത്തോടു കൂടി, സുമനസ്സുകളുടെ സഹകരണത്തോടു കൂടി ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോളിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ നിലയിൽ നമ്മളൊരു വീടൊക്കെ പണിത് കൊടുക്കുമ്പോൾ അതൊരു 500 സ്ക്വയർ ഫീറ്റിനടുത്താണ്, 500-550 നമ്മളൊരു വീട് പണിയാറ്. ഇതെത്ര സ്ക്വയർ? 450. അതെ അതെ അതെ, കറക്റ്റാണ്. അല്ല, നമ്മൾ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പോലും പണിയാൻ പറ്റില്ല. ഇന്നത്തെ നിർമ്മാണ സാമഗ്രികളുടെയൊക്കെ വിലയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പണിക്കൂലിയെല്ലാം. അപ്പോൾ പക്ഷേ ഇത് 700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടെന്ന് പറയുന്നത് ഭാരിച്ചൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അതിന് കണക്കായിട്ട് അപ്പോൾ എത്ര രൂപയോളം ചിലവ് വരുമെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കുടുംബത്തെ സംബന്ധിച്ച് അതൊരാവശ്യവുമാണ്. കാരണം 2 കുട്ടികൾ, സാറയും സനൂഷ, എന്താ പേര്? സനൂഷ. ഓക്കെ, പേരൊക്കെ എനിക്ക്. അപ്പോൾ പ്രിയപ്പെട്ട സാറയും സനൂഷയും 2 പെൺകുട്ടികളാണ്, 2 പേരും പഠിക്കുകയാണ്. അപ്പോൾ ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു 700 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ അമ്മയും അമ്മാമ്മയൊക്കെ ഉണ്ട്. കയറി വാ, എൻ്റെ പുറകോട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒത്തിരി ആളുകളുടെ സഹകരണമുണ്ട് ഇതിനോട്. ഷിയോചേട്ടൻ ഇതിന് മുൻകൈ എടുത്തപ്പോൾ പല ആളുകൾ ഇതിനോട് സഹകരിക്കാൻ തയ്യാറായി വന്നു. അപ്പോൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും നേരുന്നു. അപ്പോൾ ഈ സാറേ സനൂഷയൊക്കെ നന്നായി പഠിച്ച് നല്ല മിടുക്കികളായി വളർന്നു വരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ സാന്ദർഭികമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കും. ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. നമ്മൾ ഈ ചെമ്മല റോഡ് അതിന് പേര് മാറ്റി ബഹുമാനിയുടെ പ്രിയപ്പെട്ടവരെ, സിനിക്കും കുടുംബത്തിനും സംതൃപ്തി, നമുക്ക് വലിയ സന്തോഷം. അവർക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീട് കിട്ടാൻ പോകുന്നു. നമ്മുടെ സന്തോഷം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന്, വീടില്ലാത്തൊരു കുടുംബത്തിനെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് നമുക്കുള്ളത്. അതിന് മുൻകൈ എടുത്തത് നമ്മുടെ ഷിയോപോളാണ്. ഞാൻ ഷിയോപോളിനെ ഇവിടെ എല്ലാവരും അഭിനന്ദിച്ചു, ഞാനും അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 700 സ്ക്വയർ ഫീറ്റിൻ്റെയാണ് ഈ വീട്. ആ വീട് പൂർത്തീകരിക്കുക,
ഇവർക്ക് ഏറ്റവും വേഗം ഇപ്പം നമ്മളെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട പുരോഹിതൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതിന് തറക്കല്ലിടാൻ പോവുകയാണ്. തറക്കല്ലിട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിച്ച് സിനിക്കും 2 മക്കൾക്കും അമ്മൂമ്മയ്ക്കും സന്തോഷമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് നമുക്കെല്ലാവർക്കും കൂടി ഷിയോയെ നേതൃത്വം ഏറ്റെടുത്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി സന്തോഷിക്കുന്നു. നമുക്കറിയാം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പിൻബലമാണ് ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രേരണ നൽകുന്നത്. കഴിഞ്ഞ നമ്മുടെ വെള്ളപ്പൊക്ക കാലഘട്ടത്തിലാണ് 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് തീരുമാനമെടുത്തത്. റോജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1500-ലധികമായി 1500-ല്ല നമ്മുടെ MLA റോജി ജോൺ ഉൾപ്പെടെയുള്ള MLAമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീടുകൾ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാൽ അത് അതിനേക്കാൾ കൂടുതൽ പോകും. അപ്പോൾ ഇതിലെല്ലാം ഒരു ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഒരു വീട് പാർപ്പിടം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായൊരു ആവശ്യമാണ്. ആ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുകയാണ്. അതിൻ്റെ തറക്കല്ലിടുന്നു. എത്രയും വേഗം അത് പൂർത്തീകരിച്ച് സിനി 2 മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ, ഞങ്ങളിവിടെ വരും. മെഡിക്കലായിട്ട് നല്ല A+ ഒക്കെ വാങ്ങിച്ച് പാസ്സായി അമ്മയ്ക്കും നാടിനൊക്കെ സന്തോഷമുള്ള സമയത്ത് ഞങ്ങൾ വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പൂർണ്ണമാകുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ ഭവന നിർമ്മാണവും ഇതിൽ സഹകരിക്കുന്നവരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. യാക്കോബായ സുറിയാനി കത്തീന്ദ്ര ഇടവയിൽപ്പെട്ട ഒരു കുടുംബത്തിന് തന്നെ ഈ ഭവന നിർമ്മാണം അത് നിർമ്മിച്ചു കൊടുക്കാൻ കാണിച്ച മനസ്സിന് ബഹുമാനപ്പെട്ട MPയോടും അതുപോലെ തന്നെ MLAയോടും പ്രത്യേകം ചെയർമാൻ ഷിയോബോൾ സാറിനോടും ഉള്ളതായ നന്ദി സ്നേഹം അവിടുത്തെ വികാരിക്ക് വേണ്ടി അതുപോലെ തന്നെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടി എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയാം. 1000 വീട് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിനും പ്രസ്ഥാനത്തിനും അഭിമാനമായി മാറുന്ന ഈ ഒരു ചടങ്ങിലേക്ക് പ്രത്യേകിച്ച് ഈ നായത്തോട് പ്രദേശത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയും സാന്നിധ്യത്തോടും കൂടി ഇവിടെ ഒരു ഭവനം നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോളിനും ഇവിടെ ഈ കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്ന ചാലക്കുടിയുടെ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെനാൻ അവർകൾക്കും ഒരു അങ്കമാലിയുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി M. ജോൺ അവർകൾക്കും മുൻ MLA ശ്രീ PJ ജോയിച്ചേട്ടൻ, മുൻ ചെയർമാൻ ശ്രീ മാത്യു തോമസ് ഏട്ടൻ, PV സജീവൻ, ബിജു കൂപ്പത്ത്, ശ്രീ ലൈജു ഇട്ടൂപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംഘടനയുടെ ഭാരവാഹിത്വമുള്ളവരും പ്രവർത്തകരുമായിട്ടുള്ള ശ്രീമതി ജിത ഷിജോയ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇവിടെ വന്നതിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.